തൃശ്ശൂർ ജില്ലയിലെ പേരുകേട്ട മറ്റൊരു ക്ഷേത്രമായിരുന്നു കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അവിടെ ഒരു അനുഗ്രഹവും കിട്ടി മടങ്ങുമ്പോൾ ഉടൻ തന്നെ അവർക്ക് നല്ലൊരു ദിവസമുണ്ടാവും എന്നാണ് വിശ്വാസം. ഒരു ദിവസം 2 ഭക്തർ ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ 2 നാഴിക കാട് കയറി വിജനമായ വഴിയിലൂടെ പോകുമ്പോൾ പാലത്തിൻ്റെ നടുവിലെത്തിയതും കുറുക്കന്മാരുടെ ഊരിടൽ കേട്ടു. വണ്ടിയുടെ യന്ത്രം പെട്ടെന്ന് നിർത്തി. നത്ത് കരയുന്നതും കൂമൻ്റെ കരച്ചിലും വവ്വാലിൻ്റെ ചെറുകടിയും കേട്ടു. കൂടാതെ ചിലങ്കയുടെ ആർത്തനാദവും. ഞാൻ ചോദിച്ചു, എന്താണ് ശരിക്കും വണ്ടി നിർത്തിയത്? വിരൽ ചൂണ്ടി വെച്ച് ആംഗ്യം കാണിച്ചു. ഉണ്ടരുത് എന്ന്. ആ പാലത്തിൻ്റെ അവിടെ നോക്കാൻ പറഞ്ഞു. നോക്കിയതും ഒരു സ്ത്രീ അവിടെ നിന്ന് പുഴയിലേക്ക് എടുത്ത് ഒറ്റച്ചാട്ടം. എല്ലാവരും ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. ഒരു സ്ത്രീ വെള്ളത്തിൽ ചാടിയതിൻ്റെ ഒരു ലക്ഷണവുമില്ല. ഞങ്ങൾ അവിടുത്തെ വീട്ടിൽ ചെന്ന് നാട്ടുകാരോട് ഈ കാര്യം ചോദിച്ചതും നാട്ടുകാർ പറഞ്ഞത് കേട്ടത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവിടെ ഒരു സ്ത്രീ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. തിരുമേനിയുടെ കയ്യിൽ നിന്നും കിട്ടിയ ആ ചരടും ഏലസും കയ്യിൽ കെട്ടിയത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല.